എടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കർത്താവ് ഒരു ആശയം എൻ്റെ അകത്ത് ഇട്ട് തന്നു. ഒരു നാഗിങ് സ്പിരിറ്റിനെ കുറിച്ച്. ഈ നാഗിങ് സ്പിരിറ്റ് ഇംഗ്ലീഷിൽ എനിക്കറിയാം, പക്ഷെ മലയാളത്തിൽ എന്തുവാണെന്ന് ഞാനിങ്ങനെ ഓൺലൈനിൽ നാഗിങ് സ്പിരിറ്റിന്റെ മീനിങ് ഞാനൊന്ന് നോക്കിയപ്പം അത് അതിന് നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. അപ്പം നാഗിങ് സ്പിരിറ്റ് ന്റെ വാക്ക് മലയാളത്തിൽ ശകാരിക്കുക, അടിക്കടിക്ക് കുറ്റപ്പെടുത്തുക, വേദനിപ്പിക്കുക. ഇതാണ് നാഗിങ് മലയാളത്തിലിരിക്കുക, അല്ലെങ്കിൽ അടിക്കടിക്ക് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ വേദനിപ്പിക്കുക. കണ്ടോ? അപ്പം ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ ഞാനിതിങ്ങനെ നാഗിങ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞപ്പം എൻ്റെ അകത്ത് പെട്ടെന്ന് കുറേ ബൈബിളിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നു. ഇതൊന്ന് ശ്രദ്ധിക്കാം. എന്താന്ന് വെച്ചാല് ഇത് പരിശുദ്ധാത്മാവിന്റെ കാഴ്ചപ്പാടില് ഇത് കുടുംബങ്ങൾ തകരാനും ആത്മീയ ജീവിതങ്ങൾ നശിച്ചു പോകാനും ഉള്ള കാരണമാണ് നാഗിങ്. അപ്പം ശരിക്കും നാഗിങ് എന്ന് പറഞ്ഞാല് ഒരു ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആ ഒരു എക്സ്പ്രഷന് മനുഷ്യര് നമുക്കൊന്ന് ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ ചിന്തയിലേക്ക് വരാം. പ്രോവേർബ്സ് 21:9 സദൃശ്യവാക്യങ്ങൾ 21. Better to live alone in the corner of an attic than with a quarrelsome wife in a lovely home. കണ്ടോ? ഒരു ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ജീവിക്കുന്നത്, ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കൂടെ ഒരു നല്ല ഭവനത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും ഹാലലൂയ. കണ്ടോ വചനം? അപ്പൊ ഇപ്പം ഇത് വചനം പറയുമ്പോൾ പലവരും എന്തായത് സ്ത്രീകളെ കുറിച്ച് മാത്രം പറയുന്നത്, ആണുങ്ങൾക്കും ഉണ്ട്. ചില ആണുങ്ങൾക്ക്, ചില ഭർത്താക്കന്മാർക്കും ഉണ്ട് ഇങ്ങനത്തെ സ്വഭാവം. അപ്പം വചനം പറയുക, അപ്പം പെണ്ണുങ്ങൾക്ക് മാത്രം ആണുങ്ങൾക്കും ഉണ്ട്, ബട്ട് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം. പക്ഷെ ബൈബിളിനകത്ത് സ്ത്രീയെ ഉപമിച്ച പറഞ്ഞത് എന്നുവെച്ചാൽ സ്ത്രീകൾക്കാണ് ഈ സ്വഭാവം കൂടുതൽ കാണപ്പെടുന്നത്. നമ്മൾ ആണുങ്ങളുടെ ഇടയിലും ഈ സ്വഭാവം ഉണ്ട്, പക്ഷെ കൂടുതലും സ്ത്രീകൾക്കാണ് ഈ സ്വഭാവം. അത് കാരണം സ്ത്രീകൾ എപ്പോഴും മക്കളെയൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ഒക്കെ. വഴക്ക് പറയലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ നാഗിങ് എന്തുവാ? നാഗിങ് എന്ന് പറയുമ്പോൾ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞ് അതിന്റെ ഒരെണ്ണം കുറ്റം പറഞ്ഞിട്ട് അതിന്റെ അടുത്ത കുറ്റം പറഞ്ഞാൽ വേറൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനല്ലേ, നിങ്ങൾ അല്ലേലും ഇങ്ങനെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലല്ലോ, അല്ലേലും എനിക്കറിയാം ഇങ്ങനെയാ, നിങ്ങളുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാ, ഇങ്ങനെ പറഞ്ഞത് കുറ്റപ്പെടുത്തിയത് പറഞ്ഞോണ്ടേയിരിക്കും. ചില ഭാര്യമാര് അല്ലെങ്കിൽ ചില അമ്മമാര് ഇത് സ്റ്റോപ്പ് ചെയ്യത്തില്ല, ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അപ്പൊ നാഗിങ് എന്നാ ഇത് പറയുന്നത്, നിർത്തുവത ഇല്ലാതെ ഇങ്ങനെ. അപ്പം സദൃശ്യവാക്യക്കാരൻ 21:9 നല്ല മനോഹരമായ ഒരു വീട്ടില് ഒരു വഴക്കാളിയായ ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിലും എത്രയോ നല്ലതാ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ജീവിക്കുന്ന, ഒരു വീടിന്റെ ഒരു ആറ്റിക്കില്, കോണില്, ആരും കാണാത്തടുത്ത് ഉപേക്ഷിക്കപ്പെട്ടതുപോലെ പോയി ജീവിക്കുന്നതാ ഏറ്റവും നല്ലത്, ഒരു ഭാര്യയുടെ കൂടെ, വഴക്കാളിയായ ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിലും. അപ്പൊ ഇങ്ങനെ നാഗിങ്, വഴക്കാളി, ഇങ്ങനെ എപ്പോഴും വഴക്കിട്ട് ഇങ്ങനെ. അപ്പൊ അതൊരു ആത്മാവാണ്. നാഗിങ് സ്പിരിറ്റ് ഒരു ആത്മാവാണ്. ഇത് തിരിച്ചറിയണം. ഇന്ന് മക്കന്മാർ അങ്ങനെയാണെന്ന് പറയും, പക്ഷെ ഒരുപാട് സ്ത്രീകൾക്കും ഈ സ്വഭാവമുണ്ട്. ഇനി വചനം കേൾക്കുന്നവരൊക്കെ ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ഇതൊന്ന്, ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവെ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? ചില മക്കളുടെ പിന്നാലെയോ, ഭർത്താവിന്റെ പിന്നാലെയോ, ഭാര്യയുടെ പിന്നാലെയോ പറഞ്ഞത് തന്നെയും പിന്നെയും തിരിച്ചും മറിച്ചും പറയുന്ന സ്വഭാവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ആ ദുരാത്മാവിനെ ഇന്ന് പുറത്താക്കണം. ഹാലലൂയ്യ. എന്നിട്ട് സദൃശ്യവാക്യം 21:9 അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ 19 പറയുന്നു. ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടെ, വഴക്കാളി ഭാര്യ എന്നുള്ളതിന് അടുത്തൊരു സ്റ്റെപ്പും കൂടെ പറയാം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലിവ് അലോൺ ഇൻ ദ ഡെസേർട്ട് than with a quarrelsome complaining wife. കണ്ടോ?
21:19 സദൃശ്യവാക്യം. ഷണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്തെ പാർക്കുന്നത് നല്ലത്. അപ്പം ഷണ്ട കൊള്ളുക മാത്രമല്ല, അവള് ഇങ്ങനെ എല്ലാത്തിലും കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യ. അപ്പം വചനം പറയുന്നു, വഴക്കാളി മാത്രമല്ല, ഷണ്ട ഇടുന്നവള് മാത്രമല്ല, പക്ഷെ അവളുടെ കയ്യില് കുറ്റപ്പെടുത്തലുമുണ്ട്. ഇങ്ങനെ കണ്ടില്ലേ, അവരെല്ലാം അങ്ങനെയാ ഇങ്ങനെയാ, എന്നാലും അങ്ങനെയോ പറയും. ഹല്ലേലൂയ. അതിലും ഏറ്റവും നല്ലത് സദൃശവാക്യക്കാരൻ പറയുക, മരുഭൂമിയിൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കുന്ന. കണ്ടോ, ഓരോ സ്റ്റെപ്പ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഓരോ വിധത്തിലാണ്. അപ്പം മനുഷ്യരെ അവരുടെ വീടുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോയാൽ മതി എന്നൊക്കെ ചിലർ പറയത്തില്ലേ. വീട്ടിനകത്ത് ഇങ്ങനെ മതി എന്നൊക്കെ ചിലർ പറയത്തില്ലേ. വീട്ടിനകത്ത് ഇങ്ങനെ വഴക്കും ശകാരവും വഴക്കിടിയിലും കുറ്റപ്പെടുത്തലും ഒക്കെയുള്ള വീടുകളില് ആൾക്കാരുടെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തയുണ്ടാകും, ഓ ഈ വീട്ടിനകത്ത് ഒന്നും ജീവിക്കണ്ടേ, എവിടെയെങ്കിലും അങ്ങ് ഇറങ്ങി പോയാൽ മതി എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പോയാൽ മതി എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ, പരിശുദ്ധാത്മാവെ, മാനസാന്തരങ്ങൾ ഉണ്ടാവട്ടെ. ഈ ദുരാത്മാവ് കുടുംബങ്ങൾക്കകത്തുനിന്നും വ്യക്തികളുടെ അകത്തുനിന്നും വിട്ടുമാറി പോകട്ടെ. സ്തോത്രം. എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയായത്. എന്നുവെച്ചാൽ അറിയാതെ കയറി വരുന്ന ഒരു ദുരാത്മാവായത് എടുത്തുകയും വിശ്വാസത്തിൽ നിന്ന് പലവരെയും മാറ്റിക്കളയുകയും ചെയ്യുന്ന ഒരു ദുരാത്മാവായത്. ഹല്ലേലൂയ. എന്നിട്ട് ഈ സങ്കീർത്തനം ഈ സദൃശ്യവാക്യം മുന്നോട്ട് പോകുമ്പോ 27:15, 27-ാം അധ്യായം സദൃശ്യവാക്യം 15, Proverbs chapter 27 verse number 15. A quarrelsome wife is as annoying as constant dripping on a rainy day. Stopping her complaints is like trying to stop the wind or trying to hold something with greased hands. വായിച്ചേ. പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാതെ ചോർച്ചയും വാരിയും ഒരുപോലെ. ആമേൻ. അപ്പം വെള്ളം ഇങ്ങനെ, മഴവെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആസ്ബസ്റ്റോസ് ഷീറ്റ് ഒക്കെയുള്ള എന്തെങ്കിലും ഷെഡോ വീടോ വല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? ഈ വെള്ളം ഇങ്ങനെ കിട്ട് ഇങ്ങനെ വീണോണ്ടേയിരിക്കും അല്ലെ. ചില മനുഷ്യർ അങ്ങനെയാ, അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ മഴതുള്ളി പോലെ, എന്നിട്ട് അത് അനോയൻസ് ഉണ്ടാക്കും, ഭയങ്കര ഇഷ്ടക്കേടുണ്ടാക്കും, അരോചകമായ ഒരു സാഹചര്യം ഉണ്ടാക്കും. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, ബൈബിളിനകത്ത് ഒരു ഭാര്യയെ കുറിച്ച് എഴുതിയിരിക്കുന്നെങ്കിലും ചില ഭർത്താക്കന്മാരും ഇങ്ങനെയുണ്ട്. ഹല്യ. ഇത് ഭാര്യയെന്നോ ഭർത്താവെന്നോ ഇതിനെ ശകാരത്തിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും ദുരാത്മാവ് കിടപ്പുണ്ട്. അപ്പം വചനം പറയുന്നു, ഹല്ലേലൂയ, അവളുടെ അങ്ങനത്തെ വാക്കുകളെ നിർത്താൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചു നിർത്തുന്നത് പോലെയാ. കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനത്തെ മനുഷ്യരുടെ ശകാരങ്ങളെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അവര് കുറ്റം പറഞ്ഞും കുറവും പറഞ്ഞു കുറ്റം കണ്ടുപിടിക്കും. സ്തോത്രം. 2 വാക്യവും കൂടെ വായിക്കാം. Proverbs 19:13, സദൃശ്യവാക്യം 19, സദൃശ്യവാക്യം 19, അതിന്റെ 13-ാം വാക്യം. Proverbs 19:13. മകൻ അപ്പനും എന്നിട്ട് quarrelsome wife, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. quarrelsome wife, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. ഭാര്യയുടെ കലമ്പ് ഉണ്ടാക്കുന്നതെല്ലാം തീരാത്ത ചോർച്ച പോലെ. ഓ ഹല്ലേലൂയ. ചോർന്നൊലിച്ച് കിടക്കുന്ന. അപ്പം ഇതൊക്കെ ചോർച്ച ഉണ്ടാക്കും വീടുകൾക്കകത്ത്. ഇങ്ങനത്തെ ശകാരങ്ങളും കുറ്റം പറച്ചിലും. ചിലവര് പറയും, അത് ഞാൻ അവര് നേരെയാകാൻ വേണ്ടി പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിനകത്തെ വിഷമം ഞാൻ പറയുന്നത്, എന്താ എനിക്ക് പറഞ്ഞൂടെ? പക്ഷെ ഇതെന്തുണ്ടാക്കും? അറിയാതെ വീടുകൾക്കകത്ത് ഓട്ടകൾ ഉണ്ടാക്കി കളയും. സ്തോത്രം. മേൽക്കൂര പൊളിക്കുന്നത് പോലെ ഹല്ലിയ, ഒരു ഭവനം നശിപ്പിച്ചു കളയുന്നത് എപ്പോഴും ശകാരങ്ങളും കുറ്റപ്പെടുത്തലും ശകാരങ്ങളും വഴക്കിന്റെയും വാക്കുകൾ ഉയരുന്നുണ്ടെങ്കിൽ ഇന്നത് നിർത്തണം. പരിശുദ്ധാത്മാവിന് ആ വീടുകൾക്കകത്തും ആ വ്യക്തികളുടെ അകത്തും ഇരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അവിടം വിട്ടു പോകുക തന്നെ ചെയ്യും. എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവ് സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും ഐക്യതയെടുത്താ വസിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് വന്നിരിക്കുന്ന നമ്മളെ രൂപാന്തരപ്പെടുത്താനാ. ദൈവവചനം എത്ര കേട്ടിട്ടും
എത്ര കേട്ടിട്ടും ഇങ്ങനത്തെ സ്വഭാവം മാറിപ്പോകുന്നില്ല എങ്കിൽ ഹല്ലേലൂയ എവിടോ ഒരു കുഴപ്പമുണ്ട്. കേട്ടതിന് കുഴപ്പമുണ്ട്, ഹല്ലേലൂയ പ്രാർത്ഥിച്ചതിന് കുഴപ്പമുണ്ട്, എവിടോ സ്വഭാവം മാറിപ്പോകുന്നില്ല എങ്കിൽ ഹല്ലേലൂയ എവിടോ ഒരു കുഴപ്പമുണ്ട്. കേട്ടതിന് കുഴപ്പമുണ്ട്, ഹല്ലേലൂയ പ്രാർത്ഥിച്ചതിന് കുഴപ്പമുണ്ട്, എവിടോ കുഴപ്പമുണ്ട്. സ്തോത്രം. ഇന്നും പല ജീവിതങ്ങളൊന്നും നേരെയാകാതെ കിടക്കുന്നത് ഇങ്ങനത്തെ ഈ നിർത്തുവതമില്ലാത്ത ശകാരങ്ങളും വഴക്കുകളും ബഹളങ്ങളും കിടക്കുന്നത് കൊണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ദുരാത്മാവിനെ ഇല്ലായ്മപ്പെടുത്താനായിട്ട് വചനം എടുക്കാം. നമുക്ക് അതിനകത്തേക്ക് വരാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പ്രോവേർബ്സ് 11:22 സദൃശവാക്യം 11:22 ബ്യൂട്ടിഫുൾ വുമൻ ഹു ലാക്സ് ഡിസ്ക്രീഷൻ is like a gold ring in a pig's. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ അപ്പം ഈ വഴക്കാളിയായി നടക്കുന്ന വ്യക്തിയെ കുറിച്ച് അവിടെ സ്ത്രീ എന്നാ പറഞ്ഞിരിക്കുന്നത്, എന്നാലും പുരുഷന്മാരും ഉണ്ട്, വ്യക്തികളെന്ന് നമുക്ക് പറയാം. അപ്പം ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ വഴക്കുണ്ടാക്കി എല്ലാത്തിലും കുറ്റവും കണ്ടുപിടിച്ച് പഴയതും പെറുക്കിക്കൊണ്ട് വന്ന് അതിനെ ചൊല്ലിയും വഴക്കട്ടെ എപ്പോഴും വഴക്ക് കുറ്റം ഇങ്ങനെ ചെയ്യുന്നവര് ഹല്ലേലൂയ അവരെ കുറിച്ച് പറയുന്നത് വിവേകമില്ലാത്തവരെന്ന. ഹല്ലേലൂയ. they lack discretion. അവർക്ക് വിവേകമില്ല. അപ്പം വിവേകം ദൈവത്തിന്റെ ഒരു ദാനമാ. ഈ വിവേകം ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കന്റെ ഒരു ദാനമാ. ഈ വിവേകം ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കണം. ഇന്ന് ആരെങ്കിലും അവരവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ വിവേകത്തിന്റെ ആത്മാവിനെ പകർന്നു തരണം. നമ്മൾ ബൈബിളിനകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ നോക്കിയതിന്റെ ഞാൻ പറഞ്ഞു, നാഗിങ് മലയാളത്തിൽ ശകാരിക്കുക, അടിക്കടിക്ക് കുറ്റപ്പെടുത്തുക, വേദനിപ്പിക്കുക, അത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാ. അതൊരു ദുരാത്മാവിന്റെ പ്രവൃത്തിയാ. ഇംഗ്ലീഷിൽ നോക്കിയാൽ ഇതിന്റെ കുറെ സിനോണിംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രംബിൾ ചെയ്യുക, വഴക്കിടുക, എപ്പോഴും അങ്ങനെയുള്ളവർ ഇങ്ങനെ എല്ലാത്തിലും കൈകുത്തും നടക്കും, വഴക്കും ഇടും, ഇങ്ങനെയൊക്കെയാ മറ്റുള്ളവരുടെ അകത്ത് വലിയ വേദന കൊണ്ടുവരും. ഹല്ലേലൂയ. ഇത് എല്ലാം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ല ഇല്ലേലും ചിലവരുടെ അകത്തുനിന്ന് ഇത് മാറിപ്പോകത്തില്ല. നമ്മൾ പഴയ നിയമം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം, ആദമിനെ ഔവ ഇങ്ങനെ നടന്നിട്ട് പറഞ്ഞു നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഔവ ഇങ്ങനെ നടന്നിട്ട് പറഞ്ഞു നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ആ മരത്തിലിരിക്കുന്ന അതൊന്ന് എനിക്കും രുചിക്കണം, അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം, നമുക്ക് ടേസ്റ്റ് ചെയ്യാം, തിന്നോട്ടെ. ഒടുവിൽ ഇത് നിങ്ങളും തിന്നതേ ഞാൻ തിന്നത് നിങ്ങളും തിന്ന് എന്ന് പറഞ്ഞ് ഒടുവിൽ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. കൃപയ്ക്കകത്തുനിന്ന് വീണുപോയി. ആദം നിന്നു കൊടുത്തു. എന്നുവെച്ചാൽ ചെവിക്ക് തഴമ്പ് വീണു. ഔവ ഇങ്ങനെ പറഞ്ഞ് അല്ലെ, എന്നുവെച്ചാൽ ആ വൃക്ഷത്തിനെ കണ്ടു, അതിനെ തിന്ന് എല്ലാം ചെന്ന് ഭർത്താവിനോട് പറയായിരുന്നു. എന്നിട്ട് ഒടുവിൽ അവിടെ പറയുന്നുണ്ട് ഔവ അത് തിന്നിട്ട് ഭർത്താവിനും തിന്നാനായിട്ട് കൊടുത്തു. അപ്പൊ തിന്നില്ലായിരുന്നെങ്കിൽ വഴക്കിട്ടോ കാണുന്നു. മനുഷ്യകുലത്തിന്റെ തന്നെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നു. അപ്പം എവിടെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കുറ്റം പറച്ചിലും വഴക്ക് പറച്ചിലും ശകാരങ്ങളും ബഹളം വെക്കുന്നതും കംപ്ലൈന്റ് ഉണ്ടാക്കുന്നതും അവിടെ ഉറപ്പായിട്ടും തലമുറകള് അല്ലെങ്കിൽ കൂടെ നടക്കുന്നവരൊക്കെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ദുരാത്മാവ്. ഹല്ലേലൂയ. മനുഷ്യരെ വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു ആത്മാവായത്. എവിടെങ്കിലും ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ചെറിയ സ്വഭാവം ഉണ്ടെങ്കിൽ അതിനകത്ത് കേറി പിടിച്ചിട്ട് ഈ ദുരാത്മാവ് നമ്മള് സാറെ നോക്കിക്കഴിഞ്ഞാല്, സാറ അബ്രഹാമിന്റെ പിന്നാലെ നടന്ന് പറഞ്ഞു ഒരു പക്ഷേ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് കിള്ളിക്കൊണ്ടിരുന്ന് കാണും. എത്ര നാളായി ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട്, നിങ്ങളോടല്ലേ വാക്ക് പറഞ്ഞത്, ഇതുവരെയായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായി കഴിഞ്ഞില്ലല്ലോ, എത്ര നാളായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട്, എനിക്ക് നിങ്ങൾക്ക് മക്കളെ വല്ലതും തരാൻ പറ്റിയോ? നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. ഒരു കുഞ്ഞിനെ പോലും തരാൻ പറ്റിയില്ലല്ലോ. ഇങ്ങനെ കുറ്റപ്പെടുത്തലും ശകാരങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഒടുവിൽ അബ്രഹാം സമ്മതിച്ചു. ശരി, ഹാഗർ എങ്കിൽ ഹാഗർ, അതിൽ നിന്ന് കൊച്ചെങ്കിൽ അങ്ങനെയെങ്കിലും ഇവക്ക് ഒരു കൊച്ചിനെ കിട്ടിയാൽ ഇവള് സ്വസ്ഥമാകുമല്ലോ. അവിവേകം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ധൈര്യക്കാൻ, ക്ഷമയോടെ കാത്തിരിക്കാനായിട്ടുള്ള കൃപ ഈ ഭാര്യയുടെ ശകാരം അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം അബ്രഹാമിന് നഷ്ടപ്പെട്ടു പോയി. ആ ക്ഷമ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ കാണുന്നു അതിന്റെ പരിമിത ഫലങ്ങള് ഭയങ്കര സങ്കടകരമായിരുന്നു അല്ലെ. ആ വീട്ടിനകത്ത് ദൈവം വാഗ്ദത്തം പറയാത്ത ഒരു മകൻ ജനിച്ചു. ഇന്നും ബൈബിള് പറയുന്നത്, ഇന്നും ഹല്ലേലൂയ, അത് ശരിയാ, ഈ 2
രണ്ട് വംശങ്ങളുടെ ഇടയിൽ ഇന്നും യുദ്ധമുണ്ട്. എന്താണോ ഹാഗാറിന്റെ മകനായ ഇഷ്മായിലിനെ ദൈവം പറഞ്ഞിറക്കി വിട്ട് അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുക അല്ലെ. അല്ലെ, അവര് യുദ്ധവും ചെയ്ത് അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ കാണുന്നു അതിന്റെ ഫലം, ഈ ശകാരത്തിന്റെ അല്ലെങ്കിൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പറച്ചിലിന്റെ ഫലം എന്തുവായി തീർന്നു? അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് വിശ്വസിക്കാൻ അവിശ്വസ്തനായി പോയി. നമ്മൾ കാണുന്നു ഇഷ്മായിൽ ഉണ്ടായി കഴിഞ്ഞ് പിന്നൊരു 10-14 വർഷങ്ങൾക്കേക്ക് ഒരുമിച്ച് നടന്ന രാവും പകലും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ആലോചനകള് അബ്രഹാമിന്റെ കാതില് പറഞ്ഞു കൊടുത്ത് ഒരു കൂട്ടുകാരനെ പോലെ ഒന്നിച്ചിരുന്ന ദൈവം അബ്രഹാമിനെ സന്ദർശിക്കാതായി. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഹാഗാർ, പിന്നെ നമ്മൾ കാണുന്നത് ഈ ഹാഗാറിന്റെ മകനായ ഇഷ്മായിലിന് ഒരു 10-12-14 വയസ്സുള്ളപ്പോഴാ പിന്നെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്ന. നീണ്ട കാലം ദൈവശബ്ദം കേൾക്കാതെ പോയി. അപ്പം ശ്രദ്ധിക്കണം, ഹാലലൂയ. ഈ നാഗിങ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ ശകാരത്തിന്റെയും അടിക്കടി കുറ്റപ്പെടുത്തലിന്റെയും ഇങ്ങനത്തെ ആത്മാവ് എന്ത് ചെയ്യും? മറ്റുള്ളവർ പോലും ദൈവശബ്ദം കേൾക്കാതായി പോകത്തക്കവണ്ണം അവരെ കൊണ്ട് ദൈവത്തിന് വിരോധമായി പ്രവർത്തിപ്പിക്കും. ഹാലലൂയ. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് ഭാര്യ ആയ ഡെലീല അല്ലെ, അവൻ സ്നേഹിക്കുന്ന സ്ത്രീയായ ഡെലീല എന്ത് ചെയ്തു? ഡെലീല ശിംശോന്റെ രഹസ്യം അവക്കറിയണമായിരുന്നു. ശിംശോന്റെ ശിംശോന്റെ ശക്തിയെ കുറിച്ച് അറിയണമായിരുന്നു. അവന്റെ മടിയിലും കിടന്ന് അവന്റെ കൂടെയും കിടന്ന് അവന്റെ എപ്പോഴും ഇങ്ങനെ, നിങ്ങളൊന്ന് പറ, അല്ലേലും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല മനുഷ്യ, നിങ്ങൾ അല്ലേലും അങ്ങനെ തന്നെയാ, അല്ലേലും നിങ്ങൾ അവരോടാ നിങ്ങൾക്ക് കാര്യം മൊത്തം, അമ്മായപ്പനോടാ അമ്മായമ്മയോടാ, നിങ്ങൾക്ക് ആങ്ങളയോടാ പെങ്ങളോടാ നിങ്ങൾക്ക് സ്നേഹം, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞ് വശം കെട്ട് കഴിഞ്ഞപ്പോ ശിംശോന് കെട്ട് കഴിഞ്ഞപ്പോ ഈ ചെവിതല കൊടുക്കാത്ത വണ്ണം ഇങ്ങനെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോ ശിംശോൻ എന്ത് ചെയ്തു? അന്നാ പോവട്ടെ, ഇവളെങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ മുടിയുടെ രഹസ്യം പറഞ്ഞു കൊടുത്തല്ലേ, അല്ലെങ്കിൽ ശക്തിയുടെ രഹസ്യം. എന്ത് സംഭവിച്ചു നമുക്കറിയാം. ശിംശോന്റെ കഥ. ശിംശോനെ കീഴടക്കി നശിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം, ഹാലലൂയ. കണ്ണുപൊട്ടനാക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് ദൈവത്തിന് മനസ്സലിവ് ഉണ്ടായിട്ട് പിന്നെ നമ്മൾ കാണുന്നു. പക്ഷേ എന്താ നമ്മൾ കാണുന്നത് അവിടെ? സ്തോത്രം, ആ ദൈവത്തിന്റെ അഭിഷേകം പോലും നഷ്ടപ്പെടുന്ന വണ്ണമായിപ്പോയി ശിംശോന്റെ ജീവിതം. ഹാലലൂയ, സ്തോത്രം. നമ്മൾ ഇയ്യോബിന്റെ ഭാര്യയെ കാണുന്നുണ്ട്. ഇയ്യോബിന്റെ ഭാര്യ ശകാരിച്ച് കുറ്റപ്പെടുത്തിയിട്ട് ഒടുവിൽ ഇയ്യോബിനോട് പറഞ്ഞു, നീ പോയി ദൈവത്തിനെ പ്രാഗിയിട്ട് പോയി എവിടെയെങ്കിലും പോയി ചാകാൻ പറഞ്ഞു. കണ്ടോ, ദൈവനിഷേധിയാകാനായിട്ട് പ്രോത്സാഹനം കൊടുത്തു. ഹാലലൂയ. അപ്പം ഈ കുറ്റപ്പെടുത്തുന്നവരും എപ്പോഴും ഇങ്ങനെ പറയുന്ന ഈ ദുരാത്മാവിന് സമാധാനമില്ല, അല്ലെങ്കിൽ ഈ ദുരാത്മാവിന് ക്ഷമയില്ല. അതെന്ത് ചെയ്യും? മറ്റുള്ളവരെ കൊണ്ട് അവിവേകം പ്രവർത്തിപ്പിക്കും. പക്ഷെ ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം. അതാണ് ഇയ്യോബിനെ വിശ്വാസത്തിന്റെ പുരുഷനായിട്ട് കാണുന്നത്. അബ്രഹാം പോലും ഭാര്യ പറഞ്ഞെടുത്ത് എവിടെ ഒന്ന് വീണുപോയി. പക്ഷെ ഇയ്യോബിനെ നോക്കിക്കേ, ഇയ്യോബ് വീണില്ല. ഹാലലൂയ. ഇയ്യോബ് പിടിച്ചിരുന്നു. ഇയ്യോബിന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ഇയ്യോബ് ശ്രദ്ധിക്കാൻ പോയില്ല. ഇയ്യോബ് ഇയ്യോബിനെ അനുഗ്രഹിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അതാണ് ഇയ്യോബിന്റെ പുസ്തകം തുടങ്ങുമ്പോഴേ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, ഹി വാസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. ഹല്ലിയ. നല്ല നടപ്പുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ദൈവം ഏത് സമയത്ത് നോക്കിയാലും അവിശ്വസ്തതയൊന്നും കാണിക്കാത്തവനായിരുന്നു. സ്തോത്രം. എന്നിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോ നമ്മൾ കാണുന്നു മാർത്ത. ഹാലലൂയ. യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്ന മരിയെ കുറിച്ച് യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് കുറ്റപ്പെടുത്തുന്ന നമ്മൾ കാണുന്നുണ്ട് അല്ലെ. യേശുവിനോട് ചെന്ന് പറയാ, എന്നാലും ഗുരു നീ കാണുന്നേ. യേശുവിനോട് ചെന്ന് പറയാ, എന്നാലും ഗുരു നീ കാണുന്നില്ലയോ ഇവള് ചെയ്യുന്നത്? ഇവള് ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് പണി ചെയ്യാൻ വേണ്ടി ഇവളെന്നെ വിട്ടിരിക്കുക. ഇവളെന്നെ ഒന്ന് സഹായിക്കുന്നില്ല. ഒരു സ്പൂൺ എടുക്കുന്നില്ല, ഒരു പാത്രം എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. വെറുതെ കഴിക്കാൻ വന്നിരിക്കുക. എന്നിട്ട് എപ്പോഴും
എപ്പോഴും വചനം കേൾക്കുവാന്ന് പറഞ്ഞ് നിന്റെ പാതകളൊന്ന് പറഞ്ഞേ. കണ്ടോ ശകാരം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ കാണുന്നു, സ്തോത്രം, യേശു പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, അവളാണ് ഏറ്റവും നല്ല വഴി തെരഞ്ഞെടുത്തത്. എന്നുവെച്ചാൽ മരിയ എന്താ ചെയ്തേ? മരിയ കുറ്റം പറഞ്ഞില്ല, മരിയ പ്രതികരിച്ചു പോലുമില്ല. മരിയ വചനത്തിന്റെ പാദപീഠത്തിൽ വന്ന് ഇരുന്ന് വചനം പറയുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ 16-ാം വാക്യം തൊട്ട് നമ്മൾ കാണുന്നു, ഒരു യൗവനക്കാരി സ്ത്രീ, അവളുടെ അകത്തൊരു ദുർഭൂതം കയറിയിട്ടുണ്ടായിരുന്നു. അവളുടെ അകത്ത് കയറിയ ഭൂതം ഇതായിരുന്നു, ഭാവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു ഭൂതം ഉണ്ടായിരുന്നു അവളുടെ അകത്ത്. അവൾ യേശുവിലല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത് ദുരാത്മാവിൽ അവള് ഭാവി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, വചനം ഇങ്ങനെ പറയുന്നു, 17-ാം വാക്യം, അവള് പൗലോസ് പോയതിന്റെ പിന്നാലെ, പൗലോസും കൂട്ടുകാരും പോയതിന്റെ പിന്നാലെ പുറകെ നടന്ന് ഉച്ചത്തിൽ ശബ്ദമെടുത്ത്, കണ്ടോ, അവള് മെല്ലെയല്ല പറഞ്ഞേ, ഷി വാസ് ഷൗട്ടിംഗ്. ശബ്ദമെടുത്ത്, കണ്ടോ, അവള് മെല്ലെയല്ല പറഞ്ഞേ, ഷി വാസ് ഷൗട്ടിംഗ്. അത് ശ്രദ്ധയോടെ വചനം വായിക്കണം. ആ 17 ഒന്ന് വായിച്ച്. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. അത് വിളിച്ചു പറഞ്ഞെന്നേ മലയാളത്തിൽ കിടപ്പുള്ളൂ. അത് അസഹ്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അവളിലുള്ള ആത്മാവിനോട് അവളെ അതടുത്തത് നിക്ക്. അപ്പം വചനം 17-ാം വാക്യത്തിനകത്ത്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് വ്യക്തമായി 17-ാം വാക്യത്തിൽ മലയാളത്തിൽ അവള് വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ 17-നകത്ത് വ്യക്തമായി ഇങ്ങനെയാ കിടന്നത്, ഷീ ഷൗട്ടഡ്. അവള് ഒച്ചത്തിൽ ശബ്ദമെടുത്ത്, അവള്, എന്നാൽ അയലോക്കത്തെ 10 വീടിന്റെ അപ്പുറം കേൾക്കാം, അതേപോലെ അവള് ഷൗട്ട് ചെയ്തു. അവള് വലിയ ഒച്ചത്തിൽ അവള് ശബ്ദമെടുത്തു. എന്നിട്ട് 18-ാം വാക്യം പറയുന്നത്, ഇതിങ്ങനെ ദിനംതോറും കേട്ട് 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 പൗലോസ് he got exasperated. ആ 18-ാം വാക്യം ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് അസഹ്യപ്പെട്ടു. കണ്ടോ, അസഹ്യപ്പെട്ടു. ഹല്ലേലൂയ. അപ്പം പലനാൾ ഇത് കേട്ടു വന്നപ്പം പൗലോസിന് അസഹ്യപ്പെട്ടു. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടവരെല്ലാം, യേശു കർത്താവിനോട് കുറ്റം ചെന്ന് പറഞ്ഞ മാർത്ത പോലും, ഹല്ലേലൂയ, ഇതെല്ലാം യേശു കർത്താവിനോട് കുറ്റം ചെന്ന് പറഞ്ഞ മാർത്ത പോലും, ഹല്ലേലൂയ, ഇതെല്ലാം ഇങ്ങനെ വന്നപ്പം എന്താ സംഭവിച്ചത്? കേട്ടവര് അവർക്ക് അസഹ്യമുണ്ടായിട്ടുണ്ട്, അവർക്ക് സഹിക്കാൻ വയ്യാത്തതായിട്ടുണ്ട്. ഇന്നും പലവരും ശകാരിക്കുമ്പോൾ പലവർക്കും അത് കേട്ട് അസഹ്യമായിട്ടുണ്ട്. ഇന്ന് പലവരും പറയും, അതേ സിസ്റ്ററെ, എൻ്റെ വീട്ടിലും ഉണ്ട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് അസഹ്യമായി എന്ന് പറയുന്നവര് കാണും. ഹല്ലേലൂയ. പക്ഷെ എന്താണ് ഈ ദുരാത്മാവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞത് തന്നെ പിന്നെയും ഇവള് കംപ്ലൈന്റ് ചെയ്യുവല്ലായിരുന്നു, പക്ഷെ അവള് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരും അവര് പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ആ സ്വഭാവം മാറത്തില്ല. സ്തോത്രം. പക്ഷെ പൗലോസ് ചെയ്ത ഒരു കാര്യമുണ്ട്. പൗലോസിന് ഇത് കേട്ട് അസഹ്യമായപ്പം പൗലോസ് തിരിഞ്ഞിട്ട് അവളോട് പറഞ്ഞു, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദുരാത്മാവെ നീ അവളെ വിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ വേറെ എങ്ങും, പുതിയ നിയമത്തിനകത്ത് എങ്ങും നമ്മൾ ഈ നാഗിങ് സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ പിന്നെ കാണുന്നില്ല. അല്ലെ, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് ശരിക്കും വരണ്ട വണ്ണം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും കുറവ് കണ്ടുപിടിക്കുകയും ഉള്ള സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് മാറ്റുന്ന, പക്ഷെ എവിടെങ്കിലും ഇങ്ങനത്തെ ഒരു ദുരാത്മ ശക്തി എവിടെങ്കിലും വെളിപ്പെടുന്നതാണ്. ചിലപ്പം ഈ വചനം കേൾക്കുമ്പോൾ അവരവർക്ക് തന്നെ ഹൃദയത്തിനകത്ത് കാണും, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എപ്പോഴും. ഇന്ന് ക്രിസ്തു യേശുവിന്റെ മുൻപില് മുട്ടുമടക്കി കർത്താവിനോട് പറയണം, കർത്താവെ എന്നെ ഒന്ന് ഇതിനകത്തൊന്ന് വിടുവിച്ചേ പറ്റത്തുള്ളൂ. ചിലപ്പോ യേശുവിനെ 10,000 വർഷങ്ങളായിട്ട് വിളിക്കുന്നതായിരിക്കാം, പ്രാർത്ഥിക്കുന്നതായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുന്നവരുടെ ആരുടെങ്കിലും അകത്ത് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തിരിച്ചറിയണം, അതൊരു
ഒരു ദുരാത്മ ശക്തിയാണ്, അതൊരു ആത്മ പോരാട്ടമാണ്. ഹാലലൂയ. അത് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പറയണം, കർത്താവെ എനിക്ക് വേണ്ട, എനിക്ക് രൂപാന്തരപ്പെടണം. വീട്ടില് ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട്, അങ്ങനത്തെ ദുരാത്മാവ് ഇനി അങ്ങനെ കേൾക്കുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പറയണം, യേശു ക്രിസ്തുവിന്റെ നാമത്തില് ദുരാത്മാവെ നീ പുറത്തിറങ്ങാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. ഈ വ്യക്തിയെ വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുവാണെന്ന് തന്നെ പറയണം. എന്നുവെച്ചാൽ ഇത് നാൾക്ക് ഇത് അടുക്കി എന്താ എക്സാസ്പെറേറ്റഡ്, എന്താ അസഹ്യപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യർ പലതും ചെയ്യാം അല്ലെ. വെൻ യു ബിക്കം എക്സാസ്പെറേറ്റ്, പൗലോസ് അപ്പോസ്തലൻ അത്ര കൃപയിൽ നിറഞ്ഞവനായത് കാരണം മിണ്ടാതിരുന്ന് അതിനെ തിരിഞ്ഞു നിന്ന് അങ്ങോട്ട് ശാസിച്ചത്. അല്ല എങ്കിലോ സാധാരണ മനുഷ്യരൊക്കെ ആണെങ്കിൽ അവരെ അസഹ്യപ്പെട്ട് കഴിഞ്ഞാൽ പലതും പറയും, പ്രവർത്തിക്കും. സ്വന്തം ആത്മീയ ജീവിതത്തിന് പോലും അതൊരു തടസ്സമായി തീരും. ഹാലലൂയ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഈ വചനം കേൾക്കുന്നവര് ഹല്ലേലൂയ, നിങ്ങളുടെയൊക്കെ ഭവനങ്ങൾക്കകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ എപ്പോഴും ശകാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തല് പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് മിണ്ടല്. യേശു ക്രിസ്തുവിൽ പ്രാർത്ഥിച്ച് അഭിഷേകത്താൽ നിന്നിട്ട് പറയണം, യേശു ക്രിസ്തുവിന്റെ നാമത്തില് ദുരാത്മാവേ ഹല്ലേലൂയ, നിന്നോട് ഞാൻ കൽപ്പിക്കുക. ശകാരത്തിന്റെ സ്തോത്രം. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് പലതും സംഭവിക്കാം. പലവരും വിശ്വാസത്തിൽ നിന്ന് വീണു പോകാം. പലവരും ദേഷ്യത്തിലോ അസഹ്യപ്പെട്ടത് കൊണ്ടോ പലതും പറഞ്ഞെന്നിരിക്കാം. പിന്നെ അത് ആത്മീയതയ്ക്ക് ഭംഗം വരുന്ന ഒരു സംഭവമായി തീരും. ഹാലലൂയ. കർത്താവ് ഇന്ന് അനുഗ്രഹിക്കട്ടെ. ശാസിക്കുവാനും പിടിച്ചു കെട്ടുവാനും നമ്മളുടെ അകത്ത് ദൈവം അധികാരം തന്നിട്ടുണ്ട്. കുടുംബങ്ങളെ അറിയാതെ കാർന്നു തിന്നുന്ന ഒരു ദുരാത്മ ശക്തിയായത്. സ്തോത്രം. ഈ കുറ്റപ്പെടുത്തല്, കുറ്റം കണ്ടുപിടിക്കല്, എപ്പോഴും ശകാരം കണ്ടുപിടിക്കുന്നേ. അല്ലെ, ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ, ഓ ഞാൻ ശകാരിക്കുന്നത് അവര് നേരെ ആകാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ എപ്പോഴും പറയുന്ന ശകാരിക്കുന്ന. അത് സ്വന്തമായിട്ട് അങ്ങനെ സമാധാനം കൊള്ളുന്ന ഒരിക്കലുമല്ല. ഹല്ലേലൂയ. യേശു എങ്ങും ആരെയും ശകാരിച്ചില്ല. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടന്നവരെല്ലാം വെറും കാശിന് കൊള്ളാത്തവരായിരുന്നു. കൂടെ നടന്നവരെല്ലാം അവരൊക്കെ കാശിന് കൊള്ളാത്തവരായിരുന്നു. കൂടെ നടന്നവരെല്ലാം അവരൊക്കെ മീൻപിടുത്തക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും വലിയ കൾച്ചറും ഒന്നും ഇല്ലാത്തവരായിരുന്നു. യേശു തൊട്ടവരും യേശു പോയ പട്ടണങ്ങളിലൊക്കെ തൊട്ടവരും എടുത്തവരും ഒക്കെ വലിയ പദവിയിൽ ഇരിക്കുന്നവര് പോലും കൊള്ളുന്നവരൊന്നും അല്ലായിരുന്നു. പക്ഷെ യേശു ആരെയും ശകാരിച്ചില്ല. യേശു ആ വ്യക്തികളുടെ അമ്മയോടോ അപ്പനോടോ ചെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ മോൻ എന്തോ ഇനി കൊള്ളിക്കും അല്ലേ. കുരുടന് കാഴ്ച കൊടുത്തപ്പം അവന്റെ അപ്പനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പനോടും അമ്മയോടും ചെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ മോൻ മഹാപാപിയാ, കൊള്ളാത്തവനാ, അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളാത്തവനാ. പറഞ്ഞില്ല. യേശു സ്നേഹത്താലാണ് എല്ലാം വിടുവിച്ചെടുത്തത്. ഇന്ന് സ്നേഹം വിട്ട് ഉള്ളതെല്ലാം ശകാരങ്ങളും കുറ്റം പറച്ചിലുമാ. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ഹൃദയത്തിനകത്ത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് അങ്ങയുടെ സ്നേഹം കൊണ്ടൊന്ന് നിറയണം. ആ ശകാരത്തിന്റെ ദുരാത്മാവ് അങ്ങയുടെ സ്നേഹം നിറയുമ്പം ആ ദുരാത്മാവ് ഇറങ്ങിപ്പോകും. വ്യക്തികളെ വെറുത്തിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ അത് പിശാചിന്റെ ഒരു തന്ത്രമാ. നമ്മൾ അറിയാത്ത ഒരു ആയുധമാ പിശാചിന്റെ കയ്യിൽ കിടക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ, ആയുധത്തിനെയും ആയുധ വർഗത്തിനെയും കർത്താവിനറിയാം. ഒരു ആയുധവും നിനക്കെതിരായി ഫലിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കേട്ട ആ വാക്യം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം ശാസിച്ചു ആ ദുരാത്മാവിനെ. അതേപോലെ ഇന്ന് ഭവനങ്ങൾക്കകത്ത് ഉയർന്നു വരുന്ന ഈ ഭിന്നതയുണ്ടാക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് ചോർത്തിക്കളയുന്ന, ഈ അസ്വസ്ഥതപ്പെടുത്തുന്ന, അസഹനീയമാക്കുന്ന ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്ന് ശാസിക്കണം. ഹാലലൂയ. സ്തോത്രം. കുടുംബങ്ങൾ രക്ഷപ്പെടും. ശാസിക്കണം. ഹാലലൂയ. സ്തോത്രം. കുടുംബങ്ങൾ രക്ഷപ്പെടും. ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മക്കള്, തലമുറകള് വിശ്വാസത്തിൽ വേരുപിടിക്കും. ഹാലലൂയ. കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹാലലൂയ. ജീവിതങ്ങളെ ബലപ്പെടുത്തട്ടെ. സകല നന്മയാൽ നിറയ്ക്കട്ടെ.